സമരസമിതിയുടെ നേതാവ് കൂടിയായ ശ്രീമതി ബിന്ദു നമ്മളോടൊപ്പം ചേരുന്നു. ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട്. ആശാ വർക്കർമാർ എന്ന ഒരു ലേബലിൽ അവർ ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരേ സമയം വിശ്വാസവും പ്രതിഷേധവും കൂടെ ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്താണ് 32ാം ദിവസം നിങ്ങൾക്ക് മുമ്പോട്ട് വെക്കാനുള്ള ഒരു 32ാം ദിവസത്തെ കാര്യം പറയുന്നതിന് മുമ്പ് 31ാം ദിവസത്തെ കാര്യം പറയാം. ഈ നിങ്ങളുടെ ചാനലില് ഇന്നലെ മുതൽ ഞങ്ങളുടെ ഒരു വ്യാജ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട്. ഈ സമരത്തിന് ഇതുവരെ ഔദ്യോഗികമായി ആരും ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. മറിച്ച് സമരം ഒത്തുതീർപ്പാകുന്നു, ചർച്ചയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു തെറ്റായിട്ടുള്ള വാർത്ത പ്രചരിച്ചു. അത് ഞങ്ങൾ 17ാം തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന് പറയുന്ന ആ സമരത്തെ പറഞ്ഞാൽ വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മളത് നടത്തുന്നത്. അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണെന്നുള്ളത് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ഇവിടെ 500 ആശ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അടിക്കടി ഡിമാൻഡ് മാറ്റുന്നു എന്നൊക്കെയുള്ള തെറ്റായ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്ത് മാധ്യമ പ്രവർത്തനമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഈ അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിന് അവിടെ വസ്തുതയുണ്ട് എന്ന് തോന്നുന്നില്ല. ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഔദ്യോഗികമായി തന്നെ നടക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാർത്ത നൽകേണ്ടി വന്നത്. അതിൽ എന്തെങ്കിലും ആശയക്കുഴപ്പം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നൊരു കൃത്യമായ ബോധ്യത്തോടെ തന്നെയാണ് ആ വാർത്ത ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇവിടെ നടക്കുന്ന സമരത്തെ സംബന്ധിച്ച് ചർച്ച നടക്കണമെന്നും സമരം അവസാനിപ്പിക്കണമെന്നും ആണല്ലോ ഞങ്ങളുടെയും അഭിപ്രായവും താല്പര്യവും. പക്ഷെ ഔദ്യോഗികമായി ഞങ്ങൾക്ക് അങ്ങനെ ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് വസ്തുതാപരമാണോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാർത്ത. പക്ഷെ ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വാർത്ത വന്നതോടുകൂടി നമുക്ക് 17ാം തീയതി ഇവിടേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ ജില്ലകളിൽ നടത്തിയിരിക്കുന്ന തയ്യാറെടുപ്പുകളെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കും അതാ പറയാനുള്ളത്. ഇന്നലെ ന്യൂസ് 18 കൊടുത്ത വാർത്ത ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഡിമാൻഡിനെ സംബന്ധിച്ച് ഞങ്ങൾ 10ാം തീയതി ഉയർത്തിയ ഡിമാൻഡുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഡിമാൻഡിലാണ് ഇപ്പോഴും അടിയുറച്ചു നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഡിമാൻഡിനെ കുറിച്ച് അവ്യക്തതയില്ല. നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകില്ല, നിങ്ങളുടെ അവകാശങ്ങൾ ഈ തീരുമാനത്തിൽ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾ വെച്ച ഡിമാൻഡുകൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. നമ്മൾ എന്താണ് പറഞ്ഞത്, ഓണറേറിയം വർദ്ധിപ്പിക്കുക, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. ആ ഡിമാൻഡിൽ ഞങ്ങൾക്ക് അവ്യക്തതയില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഏകപക്ഷീയമായ ഒരു വാർത്ത കൊടുക്കുക അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പ്രതികരണം ഞങ്ങൾ തേടുകയില്ല. ഇപ്പൊ താങ്കൾ പറയുന്ന കാര്യം ജനങ്ങൾ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് എന്നും ആ സമരവുമായി മുമ്പോട്ട് പോകുമെന്നുള്ള നിങ്ങളുടെ തീരുമാനം ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കൺഫ്യൂഷനും ഒരു സാഹചര്യം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഈ ഒരു വിയോജിപ്പ് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ പൊങ്കാലയിലേക്ക് വരികയാണ്. ഇതിനു മുമ്പ് പൊങ്കാല ഇട്ടിട്ടുണ്ടോ? എപ്പോഴും ഞാൻ പൊങ്കാല ഇട്ടിട്ടില്ല. ഇപ്പോഴും ഞാൻ പൊങ്കാല ഇടുന്നില്ല. ഇവിടെ പക്ഷേ പൊങ്കാല ഇടുന്ന ആശാവർക്കർമാരാണ് ഈ സമര സ്ഥലത്തുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ പ്രദേശം മുഴുവൻ പൊങ്കാലയ്ക്കായിട്ട് അവരുടെ വിശ്വാസം അനുസരിച്ച് അവരിടട്ടെ എന്ന് വിചാരിച്ച് അതിനുള്ള കാര്യങ്ങളെല്ലാം. സ്ഥലം നിങ്ങൾക്ക് അലോട്ട് ചെയ്തേക്കുന്നത്? ഞങ്ങൾ അലോട്ട് ചെയ്തതല്ല, ഞങ്ങൾ നമ്മളിവിടെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് സ്ഥലം ബുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ നേരത്തെ തന്നെ നമ്മൾ അങ്ങേ അറ്റം വരെ അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു പോർഷൻ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എടുത്തിട്ടുണ്ട്. ബാക്കി പോർഷൻ മുഴുവൻ നമ്മുടേതാണ്. അപ്പോൾ നടക്കട്ടെ, വരും മണിക്കൂർ. അപ്പോൾ ഇങ്ങനെയാണ് ഒരുക്കങ്ങൾ. അവര് ഈ സമരം ശക്തമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും, തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ 32ാം ദിവസവും സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധ പൊങ്കാലയിട്ടുകൊണ്ട് വിശ്വാസവും പ്രതിഷേധവും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമാകുന്നത് ആശാവർക്കർമാർ.